ഒരുപാട് പേര് ഇപ്പോഴും ചെയ്യുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ കുഞ്ഞിന് കഫക്കെട്ടോ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഫസ്റ്റ് ടൈം നമ്മൾ ആ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നുകളോ ഒക്കെ ഉണ്ടാവും. അസുഖമെല്ലാം മാറിക്കഴിയും, എല്ലാം ഓക്കെയാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അസുഖം ഇതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കഫക്കെട്ടായിരിക്കാം, ഈവൻ ഫീവർ ആയിരിക്കും, എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ പഴയ പ്രിസ്ക്രിപ്ഷൻ തന്നെ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് മേടിക്കും. അല്ലെങ്കിൽ ഒഴിഞ്ഞ ബോട്ടിലായിരിക്കും, ആ ബോട്ടിൽ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് മേടിച്ച് അന്ന് കൊടുത്ത അളവ് എത്രയാണോ അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്. കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈം കുഞ്ഞിന് അസുഖം വന്നപ്പോൾ കൊണ്ട് കാണിച്ച രീതിയിൽ നല്ലപോലെ പരിശോധിച്ച് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈവൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഡോക്ടർ ഒരു പക്ഷേ മരുന്നുകളൊക്കെ കുറിച്ചിട്ടുണ്ടാവുക. ആ ഒരു ടൈമിന് അപ്പോൾ വന്ന അതേ തീവ്രതയിലായിരിക്കില്ല ചിലപ്പോൾ നെക്സ്റ്റ് ടൈമിൽ വന്നിട്ടുണ്ടാവുക. എന്താണെന്ന് ഏതാണെന്ന് എന്തായാലും ഡോക്ടർ പരിശോധിച്ച ശേഷം മാത്രമേ ആ മരുന്നുകൾ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ ഈവൻ കുഞ്ഞിന് അസുഖം മാറിയേക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആരോഗ്യപരമായി കുഞ്ഞിന് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ വെച്ച് ഒരിക്കലും നിങ്ങൾ സ്വന്തമായി പരീക്ഷണം നടത്തരുത്. കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ ഡോക്ടറെ കാണിച്ച് തന്നെ നിങ്ങൾ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും സ്വന്തമായി പോയി മരുന്ന് മേടിച്ച് കൊടുക്കരുത്. ഓക്കെ.